ഈ കാണുന്ന കുഞ്ഞു കുട്ടിയുടെ മുഖം നോർത്തോണേ. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ ഒരു കൊച്ച് ബബിൾ കം വിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങിയിട്ട് കുറേ ചേട്ടന്മാർ കൂടി ആ കൊച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ബബിൾ കം എടുക്കുന്ന കാഴ്ച നിങ്ങളെല്ലാവരും കണ്ടിരുന്നു. അപ്പോഴൊന്നും ആരും ഒരിക്കൽ പോലും ആ കൊച്ചിനോട് ചോദിച്ചില്ല, മോളെ നിൻ്റെ മതം ഏതാണെന്ന് ചോദിച്ചില്ല, അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ മതം ഏതാണെന്ന് നോക്കിയില്ല, ജാതി ഏതാണെന്നൊന്നും നോക്കിയില്ല. അവിടെ വേണ്ട നടപടികൾ എടുക്കുകയാണ് ചെയ്തത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത, കുഞ്ഞുങ്ങൾക്ക് എന്താണോ ജാതി, കുഞ്ഞുങ്ങൾക്ക് എന്താണ് മതം, എന്താണ് ജാതി, അവർക്ക് ജാതിയും മതമൊന്നുമില്ല, അവരതൊക്കെ എന്താണെന്ന് പോലും അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അതിന് മുമ്പിട്ട് അവർക്ക് ആ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള കമൻറ്റുകളൊക്കെ കുറേ ഞാൻ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം നിങ്ങളെയൊക്കെ 10 പേരെ അറിയണം, ഈ കമൻറ്റുകളൊക്കെ ഇടുന്നവരൊക്കെ 10 പേരെ അറിയണം. അതുപോലെ തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ എന്ത് മ്ലേച്ഛകരമായിട്ടുള്ള വാർത്തകൾ, എന്ത് മോശമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? അവർക്ക് അറിയാവോ ജാതി ഏതാ, മതം ഏതാ, അവരേത് ജാതിയാണെന്നോ, ലോകത്തെത്ര മതമുണ്ടെന്നോ, ഏതൊക്കെ വിശ്വാസമുണ്ടെന്നോ, ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കാണുന്ന കുറേ കാഴ്ചകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൻ്റെ ഏതെങ്കിലും കക്കൂസിൻ്റെ അകത്ത് കയറി അവിടെ കതവും കുത്തിയിട്ട് തലയിൽ കൂടെ പുതപ്പ് മൂടിക്കൊണ്ടിരുന്നിട്ടാണ് ഫേസ്ബുക്കിൽ കയറിയിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇമാതിരി ഏറ്റവും വൃത്തിയായിട്ട രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ആൾക്കാർ ഇടുന്നത്. എത്തരം സൈക്കോകളാണ് ആൾക്കാർ, ഒന്ന് ആലോചിച്ച് നോക്കി. പൊതുജനം അങ്ങനെയാണ്, പൊതുജനം പലവിധമാണ്, അവർക്ക് പലതും പറയാനുണ്ട്. എങ്കിലും ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയാനായിട്ട് ഒറ്റ ഒരു ടീമിനെ ഈ നമ്മുടെ നാട്ടിൽ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഈ ആക്രമിക്കപ്പെടുന്നവൻ്റെ മതവും ജാതിയും നോക്കുന്നൊരു രീതിയൊന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെ എന്തൊക്കെയോ രീതികളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, കുറേ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമെന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ? ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും അല്ല ഇവർ. നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അവർ ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യാനി അല്ല, അവർക്ക് ജാതി മതമൊന്നും അല്ല അവരുടെ പ്രശ്നം, അവർക്ക് രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. ആ രാഷ്ട്രീയം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി മതങ്ങളെ കൂട്ടിപ്പിടിക്കുന്നത്, അത് ഏതൊന്നിലായാലും ഏതൊരു വിഭാഗത്തിലായാലും. ഇവിടെ അങ്ങനെ മറ്റു മതം, അങ്ങനെ മതം തിരിച്ചിട്ടുള്ള ജാതിയും അല്ലെങ്കിൽ മതം തിരിച്ചിട്ടുള്ള പാർട്ടി സംഘടനകൾ ഒന്നും ഒരു ആവശ്യമുള്ള നാടല്ല ഈ നാട്. ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഒരു സത്യം പറയും, ഇവിടെ ഈ നമ്മുടെ നാട്ടിലുള്ള പല MLA മാരും MP മാരും മന്ത്രിമാരും ഇവരൊക്കെ ഏത് പാർട്ടിയിലുള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്നെപ്പോലുള്ള കുറേ ആൾക്കാരും ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ. ഇന്നത്തെ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ഇന്നത്തെ തീയതി എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇതൊക്കെ അറിയണമെങ്കിൽ ഫോണൊക്കെ എടുത്ത് നോക്കിയിട്ട് വേണം നമ്മൾ പറയും. അല്ലാതെ ഇതൊന്നും അറിയാത്ത എന്നെപ്പോലത്തെ കുറച്ച് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒറ്റ കാര്യമുള്ളൂ, ഈ കുഞ്ഞുങ്ങളോടൊക്കെ നമുക്ക് എന്തിൻ്റെ പേരിലാണ് വിരോധം വെച്ച് പുലർത്താൻ സാധിക്കുന്നത്? ഒരു മനുഷ്യൻ എന്തിൻ്റെ പേരിലാണ് കുഞ്ഞുങ്ങളോട് വിരോധം വെച്ച് പുലർത്താൻ സാധിക്കുന്നത്? ആരാണ് നല്ലത്? ഖുർആൻ പഠിച്ചത് കാരണമാണോ ഈ കുഴപ്പങ്ങൾ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെറ്റില്ലാത്തവർ ആരാണുള്ളത്? എല്ലാ മതങ്ങളിലും ഉണ്ട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്, എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് ഗുണങ്ങളും ദോഷങ്ങളും, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ട്. ഇതില്ല ചാണകക്കുഴി വീണ് മുങ്ങി താന്നുകൊണ്ടിരിക്കുന്നവൻ ചാണകത്തിൽ ചവിട്ടുന്നതൊക്കെ കളിയാക്കുന്ന പോലുള്ള പരിപാടി ആയിപ്പോയില്ലേ. കൊച്ചു കുഞ്ഞുങ്ങൾ അവരെന്തിനാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് പോലും അറിയാതെ ജീവനും കൈ പിടിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ ഭിത്തികളിലോട്ട് അവർ പോകുന്ന സൈഡിലുള്ള ഭിത്തികളിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും എന്തുമാത്രം വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയിട്ടുള്ളതെന്ന് അറിയാമോ? ആ വെടിയുണ്ടകളാണ് പച്ച മാംസത്തിൽ തുളഞ്ഞു കയറുന്നത്. ആ കുഞ്ഞുങ്ങൾ നമ്മളെപ്പോലൊക്കെ ജീവിക്കാൻ ആഗ്രഹമുള്ള, മക്കളോട് സ്നേഹമുള്ള, മക്കളുള്ള അമ്മയും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കുടുംബമാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു പോസ്റ്റിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ആ കമൻറ്റ് ഇട്ടവരൊക്കെ പേര് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അഭിപ്രായമല്ല, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ. ആ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റുള്ളവർ കാണട്ടെ, അതിന് വേണ്ടിയാണല്ലോ അവർ കമൻറ്റ് ഇട്ടത്. ആ കമൻറ്റിനെ ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നുണ്ട്. കാരണം അവരെന്താ ആഗ്രഹിച്ചോ ഞാൻ നിങ്ങളിലേക്ക് കൂടെ ശക്തമായിട്ട് എത്തിക്കുന്നു. അപ്പോൾ എന്താണ്, ആചാരങ്ങളൊന്നും ആരും കുറ്റം പറയുമൊന്നും വേണ്ട. എല്ലാത്തിലും ഉണ്ട് നല്ലതും എല്ലാത്തിലും ഉണ്ട് മോശവും. ഈ എല്ലാ മതങ്ങളിലും വേണ്ട കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ വേണ്ടാത്തതുണ്ട് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് പോകലാണ് ആൾക്കാരുടെ പരിപാടി. വേണ്ടാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുത്ത് പോകുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കുറച്ച് കുഴപ്പമുള്ള ആൾക്കാരുണ്ട്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തും, വേണ്ട കാര്യങ്ങളൊന്നും എല്ലാവരിലേക്ക് എത്തത്തില്ല. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന അതിനകത്തുള്ള വേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് യാതൊരു ഉപദ്രവം ജനങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇതിനകത്തുള്ള നന്മയെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അല്ല നിങ്ങൾ ഇതിനകത്തുള്ള മോശം തിരഞ്ഞെടുക്കാനായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് നന്മയും തോന്നും, നിങ്ങളെ യുക്തിക്ക് യോജിക്കുന്ന നന്മകൾ എന്തെങ്കിലും ഉണ്ടോ അതിന് നിങ്ങൾ തിരഞ്ഞെടുത്തു. ഒരു ധീരയായ 2 ഉദ്യോഗസ്ഥർ ഹമാസിനെതിരെ, അത്രത്തോളം ദുർബലരായ ഒരു സൈന്യത്തിനെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യത്തില്ല എന്ന് ധീരമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ കെട്ടിയിരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരെ വിലങ്ങ് വെച്ചുകൊണ്ട് പോവുകയാണ് അവർ. എന്ത് കാരണം കൊണ്ടാണ് ദുർബലരായ ഒരു ജനതയെ ഞങ്ങൾ ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേര്? കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാമോ? കാരണം വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചോദിക്കും, ഒരു കല്ല് പറക്കി എറിയാൻ പോലും ആവതില്ല, അത്രത്തോളം പട്ടിണി മടുത്തു ആ ജനങ്ങളെ ഇവർ ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പോഴേക്ക് ഈ മറ്റുള്ളവരുടെ വേദനയിൽ ചിരിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ അവർക്ക് അറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം കാലത്തിന് ഓർമ്മയുണ്ട്. നിങ്ങൾക്കും വേണ്ടപ്പെട്ടവരുണ്ട്. അവരെ നഷ്ടപ്പെടുന്ന വേദന നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ദിവസങ്ങൾ ഉണ്ടാവും. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടനും കരയുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റൊരാളുടെ വേദനയിൽ ചിരിക്കാനും സന്തോഷിക്കാനും കഴിയുന്നവർ ക്രൂരരായിട്ടുള്ള മനുഷ്യർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു കാടിൻ്റെ സമാധാനത്തെ ഹൈനക്കൂട്ടങ്ങൾ എങ്ങനെ തകർക്കുന്നുവോ അതുപോലെ ഈ രാജ്യത്തിൻ്റെ സമാധാനത്തെ തകർക്കുന്ന ഹൈനക്കൂട്ടങ്ങളെ തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തില്ല എങ്കിൽ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് പരസ്പര സ്നേഹത്തോടെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്കല്ല കാര്യങ്ങളുടെ പോക്കെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ വിമർശനങ്ങളൊക്കെ നേരിടുമ്പോഴത്തേനും വിമർശിക്കുന്നതിനെ അടിച്ചൊതുക്കാനും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയം ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവണം. മതം നോക്കാതെ മനുഷ്യനെ സഹായിക്കാൻ സാധിക്കണം. ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു സാധാരണ പൗരൻ്റെ കടമ മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള അവസരമുണ്ട്. ഈ രാജ്യത്ത് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഇനി ശ്രീകൃഷ്ണനെ കാണാൻ പോലെയുള്ള മറ്റൊരു അവതാരം ഈ ലോകത്തേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങളാരും കാത്തിരിക്കരുത്. ഓരോ മനുഷ്യർക്ക് അവരുടെ ഉള്ളിലുള്ള ദൈവികമായിട്ടുള്ള നന്മ, സ്നേഹം, കാരുണ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങുമ്പോഴേ അവർ സ്വയം മനസ്സിലാക്കി സ്വയം ഭഗവാന്റെ അവതാരം സ്വീകരിക്കുകയാണ് ചെയ്യുന്ന മനുഷ്യൻ. മനസ്സിലാക്കുക, ഈ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഇന്നുവരെ സംഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാം കാരണം ഒരാളുടെ ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആയിരിക്കും ഈ ലോകത്ത് ഒരു വലിയ അനീതിക്കെതിരെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പക്ഷേ നിങ്ങളിൽ ഓരോരുത്തർക്കും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളും ചിന്തിച്ചതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അല്ല, ഇന്നൊരു ലോകത്ത് ഒരു അവതാരവും ആകാശത്ത് നിന്ന് പൊട്ടി വീണിട്ടൊന്നുമില്ല. ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യർ തന്നെയാണ് ദൈവത്തെ കാണാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് അവർ ഓരോരുത്തരും താൻ ആരാണെന്നുള്ള സത്യം അറിഞ്ഞത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇത്ര മാത്രം, മറ്റുള്ളവരുടെ വേദനയിൽ ഒരിക്കലും ചിരിക്കരുത്.
അത്രയെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും ചെയ്യുക.